ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫാസ്റ്റ് കട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സോംബി പടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഇതൊരു സാധാരണ സോംബി ചിത്രമല്ല. സോംബി ചിത്രം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു പേടിപ്പിക്കുന്ന ത്രില്ലറാണ്. എന്നാൽ ഇവിടെ പേടിപ്പിക്കുകയും ത്രില്ലടിപ്പിക്കുകയും ഒപ്പം ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സോംബി പടത്തെക്കുറിച്ചാണ് പറയുന്നത്. 2009 ഇറങ്ങിയ സോംബി ലാൻഡ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഈ വിശേഷിപ്പിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ എമ്മ സ്റ്റോൺ, വുഡി ഹാരൽസൺ, ജെസ്സി ഐസൻബർഗ് എന്നിവരടങ്ങുന്ന ഒരു വമ്പൻ താരനിര തന്നെയാണ് ഈ ചിത്രത്തിൻ്റേത്. മാത്രമല്ല ഒപ്പം ഗസ്റ്റ് റോളിൽ പ്രശസ്ത നടനായ ബിൽ മുറേ ഈ പടത്തിലുണ്ട്. ത്രില്ലടിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം രോമാഞ്ചം കൊള്ളിക്കുന്ന മാസ് റോക്ക് മ്യൂസിക് കൂടെ ഈ സിനിമയെ ഒരു പെർഫെക്റ്റ് ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനറാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വമ്പിച്ച വിജയമായ ഈ ചിത്രത്തിന്റെ രണ്ടാം പതിപ്പ് 10 വർഷങ്ങൾക്ക് ശേഷം 2019 ഇറങ്ങിയിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ എക്സ്പ്ലനേഷൻ കൂടി നമ്മുടെ ചാനലിൽ വൈകാതെ വരുന്നതായിരിക്കും. അപ്പോൾ അത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് പടത്തിന്റെ കഥയിലേക്ക് പോകാം. കൊളംബസ് ഓഹിയോ എന്ന ജെസ്സി ഐസൻബർഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ കഥ പറച്ചിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ ഇതുപോലെ തന്നെയാണ് സിനിമയുടെ സഞ്ചാരം. കൊളംബസ് കഥ പറഞ്ഞു തുടങ്ങുകയാണ്. കഥ നടക്കുന്നത് അമേരിക്കയിലാണ്. പക്ഷേ ആളുകളില്ലാത്തൊരു രാജ്യത്തെ രാജ്യമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സോംബി ലാൻഡ് ആണെന്ന് കൊളംബസ് വിശേഷിപ്പിക്കുന്നു. അതെ, ഒരു സോംബി ഔട്ട്ബ്രേക്കിന് ശേഷമുള്ള പോസ്റ്റ് അപ്പോകാലിപ്റ്റിക് വേൾഡിലാണ് കഥ നടക്കുന്നത്. കൊളംബസ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കാണാം. കത്തിയെരിഞ്ഞ വണ്ടികളും തകർന്ന കെട്ടിടങ്ങളും സോംബികളും പാതികരിഞ്ഞ ഭൂമിയും അങ്ങനെ എല്ലാം നമുക്ക് കാണാം. ഇത്രയും നാശങ്ങൾ സംഭവിച്ചിട്ടും ലോകത്തിൽ ഒട്ടനവധി പേര് മരിച്ചിട്ടും കൊളംബസ് താൻ മരിക്കാത്തതിനൊരു കാരണമുണ്ടെന്ന് പറയുന്നു. അത് കൊളംബസിൻ്റെ ലിസ്റ്റ് ഓഫ് റൂൾസ് കൊണ്ടാണ്. ഒരു സോംബി ലോകത്ത് താമസിക്കുമ്പോൾ സോംബിയായി മാറാതിരിക്കാനും സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി കുറേ നിയമങ്ങൾ സ്വയം പാലിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ് കൊളംബസ് തൻ്റെ നിയമങ്ങളെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നു. റൂൾ നമ്പർ 1, കാർഡിയോ. ഇത് പറഞ്ഞ ശേഷം സ്ക്രീനിൽ കാണുന്ന ഒരു തടിച്ച ആളെ സോംബി പിടിച്ച് കഴിക്കുന്നതാണ്. തടിയുള്ളതുകൊണ്ട് അയാൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സോംബി ലോകത്ത് ഏറ്റവും പെട്ടെന്ന് സോംബികൾ പിടിക്കുന്നത് തടിച്ച ആളുകളെയാണ്. അപ്പോൾ രക്ഷപ്പെടാൻ നല്ലൊരു കാർഡിയോ സ്റ്റേറ്റുള്ള ബോഡി വേണം. കൊളംബസ് തൻ്റെ അടുത്ത നിയമത്തിലേക്ക് കടക്കുന്നു. ഒരുപാട് സോംബികൾ വന്നതിന് ശേഷം ആദ്യത്തെ നിയമം ഒന്നും പോരാതെ വന്നു. സോംബി ലോകത്ത് അതിജീവിക്കണമെങ്കിൽ ഒരു തോക്കുണ്ടാവുകയും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുകയും വേണമെന്ന് കൊളംബസ് പറയുന്നു. ഇതാണ് അടുത്ത നിയമത്തിലേക്ക് നയിക്കുന്നത്. കൊളംബസ് തന്റെ രണ്ടാമത്തെ നിയമം പറയുകയാണ്, ഡബിൾ ടാപ്പ്. അതായത് ഒരു സോംബിയെ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം ചത്തു എന്ന് ഉറപ്പുവരുത്താൻ രണ്ടാമത്തെ വട്ടം ഒരു തവണ കൂടി അതിന്റെ തലയിലേക്ക് വെടിവെക്കുക. ഒരുപക്ഷെ ആ സ്ത്രീ അത് ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെട്ടൻ എന്ന് കൊളംബസ് പറയുന്നു. കൊളംബസ് തന്റെ മൂന്നാമത്തെ നിയമത്തിലേക്ക് പോകുന്നു. മ്യൂട്ടേഷൻ സംഭവിച്ചതിനനുസരിച്ച് സോംബികൾക്ക് ബുദ്ധിയും കഴിവും എല്ലാം കൂടി. അവർക്ക് മണം തിരിച്ചറിയാനെല്ലാം കഴിയുമായിരുന്നു. ബാത്റൂമിൽ ഇരിക്കുന്ന ഒരാളെ മണം പിടിച്ച് സോംബി വന്ന് കഴിക്കുന്നു. ഇവിടെയാണ് മൂന്നാമത്തെ നിയമം പറയുന്നത്. റൂൾ നമ്പർ 3, ബിവെയർ ഓഫ് ബാത്റൂംസ്. മനുഷ്യരെക്കാൾ കൂടുതൽ സോംബികളുള്ള ലോകത്ത് നമ്മൾ ഒരിക്കലും ഇമോഷണൽ ആയിരിക്കരുതെന്ന് കൊളംബസ് പറയുന്നു. കാരണം നമ്മളുടെ അറിവിലുള്ള ചെറിയ ക്യൂട്ട് കുട്ടികൾ പോലും ഇപ്പോൾ മനുഷ്യമാംസം കഴിക്കുന്ന സോംബികളാണ്. ഒരു കൂട്ടം കുട്ടി സോംബികളുടെ ഇടയിൽ നിന്നും കാറിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീ മുന്നിൽ ലോറി ഇടിച്ച് കാറിന് പുറത്ത് തെറിച്ചു വീഴുന്നു. നാലാമത്തെ നിയമത്തിലേക്ക് ഇനി കടക്കാം. റൂൾ നമ്പർ 4, വെയർ യുവർ സീറ്റ് ബെൽറ്റ് ഓൾവേസ്. നാലാമത്തെ നിയമം പറഞ്ഞതിന് ശേഷം സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ക്രെഡിറ്റ്സ് ഒരു റോക്ക് മ്യൂസിക് പശ്ചാത്തലത്തിൽ വെച്ച് കാണിക്കുന്നു. സോംബികളെല്ലാം കാണിച്ച് വളരെ രസകരമായിട്ടാണ് ഈ ക്രെഡിറ്റ്സ് കാണിക്കുന്നത്. അങ്ങനെ ക്രെഡിറ്റ്സ് എല്ലാം കാണിച്ചതിന് ശേഷമാണ് ഇത്രയും നേരം കഥ പറഞ്ഞിരുന്ന നമ്മുടെ കൊളംബസിനെ കാണിക്കുന്നത്. കൊളംബസ് ഇപ്പോഴുള്ളത് ടെക്സാസിലെ ഗാർലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കൊളംബസ് ഒരു തോക്കുമായി നടക്കുകയാണ്. ഒരുപക്ഷെ അവിടെയുള്ള ഏക മനുഷ്യൻ അവനായിരിക്കുമെന്ന് കൊളംബസ് കരുതുന്നു. അധികം കൂട്ടുകാരും വീട്ടുകാരും എല്ലാമായി കമ്പനി ഇല്ലാതിരുന്ന കൊളംബസിന് ആ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അതിന് കൊളംബസിനെ സഹായിക്കുന്നത് അവന്റെ ലിസ്റ്റിലെ നിയമങ്ങളാണ്. കൊളംബസ് ബാത്റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ മൂന്നാമത്തെ നിയമം എഴുതി കാണിക്കുന്നു, ബിവെയർ ഓഫ് ബാത്റൂംസ്. അവൻ ബാത്റൂമിലെ വാതിൽ തുറക്കുന്നില്ല, പകരം സൂക്ഷ്മതയോടെ അവിടെ എത്തി നിൽക്കുകയാണ്. വിചാരിച്ചത് പോലെ തന്നെ ബാത്റൂമിൽ നിന്നൊരു സോംബി ഇറങ്ങി വന്നു. അതിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന അവന്റെ മുന്നിലേക്ക് വേറൊരു പെൺ സോംബി കൂടി വന്നു. അധികം തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഒന്നാമത്തെ നിയമപ്രകാരം നല്ല കാർഡിയോ കൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ട അവൻ ഒരു കാറിലേക്ക് കയറി. സമാധാനമായി വണ്ടി ഓടിക്കുന്ന അവന്റെ പിന്നിൽ ഒരു സോംബി ഉണ്ടായിരുന്നു. അത് എണീച്ചപ്പോൾ തീരെ കൺട്രോൾ കിട്ടാതെ വണ്ടി ഒരു സ്ഥലത്ത് പോയി ഇടിക്കുന്നു. സോംബി പുറത്തേക്ക് തെറിച്ചു. പക്ഷേ നാലാമത്തെ നിയമപ്രകാരം സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് കൊളംബസിനൊന്നും പറ്റിയില്ല. പെട്ടെന്ന് തന്നെ അവന്റെ മുമ്പിലേക്ക് തെറിച്ചു വീണ സോംബി വരുന്നു. അവൻ അതിനെ വെടിവെച്ച് നിലത്ത് വീഴ്ത്തുകയും ശേഷം രണ്ടാമത്തെ നിയമപ്രകാരം വീണ്ടും വെടിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ അവൻ ഒരു റോഡിൽ ലഗേജുമായി നിൽക്കുകയാണ്. ഇവിടെ ഏഴാമത്തെ നിയമം പറയുന്നു, റൂൾ നമ്പർ 7, ട്രാവൽ ലൈറ്റ്. കൊളംബസ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ലഗേജിന്റെ കാര്യം മാത്രമല്ല, മറിച്ച് കൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയായിരുന്നു. കൊളംബസ് എപ്പോഴും ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളായിരുന്നു. അത് സോംബികൾ വന്നതിന് ശേഷം മാത്രമല്ല, മുൻപും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ സോംബികൾ വന്നതിന് ശേഷം ഒട്ടും ആളുകളെ കാണാതായപ്പോൾ അവനും മനുഷ്യരെ മിസ് ചെയ്യാൻ തുടങ്ങി. കൊളംബസ് തന്റെ ടെക്സാസിലെ കോളേജിൽ നിന്നും തന്റെ നാടായ കൊളംബസ് ഓഹിയോയിലേക്ക് പോവുകയാണ്. കൊളംബസിന്റെ നാടിന്റെ പേര് തന്നെയാണ് അവന്റെ പേരുമായി ഈ സിനിമയിൽ പറയുന്നത്. തന്റെ വീട്ടുകാരെ കാണാൻ വേണ്ടിയാണ് കൊളംബസ് നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അവരാരും മനുഷ്യരായി തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവന് ഉറപ്പില്ല. അങ്ങനെ വണ്ടി തപ്പി റോഡിൽ നിൽക്കുന്ന കൊളംബസിന് മുമ്പിലേക്ക് ഒരു വലിയ കാർ ഓടിച്ച് ആരോ വരുന്നു. മനുഷ്യരൊന്നും ഇല്ലാത്ത ആ സ്ഥലത്ത് അങ്ങനെ ഒരു വണ്ടി വരുന്നത് കണ്ട് അവന് ആകാംക്ഷ തോന്നുകയും ഒപ്പം പേടിക്കുകയും ചെയ്തു. സ്പീഡിൽ വരുന്ന കാറിന്റെ സൈഡിൽ 3 എന്ന് വെള്ള പെയിന്റ് കൊണ്ട് എഴുതിയിട്ടുണ്ട്. കൊളംബസ് അരികിലെ ഒരു കാറിന്റെ സൈഡിൽ പോയി സുരക്ഷിതനായിരുന്നു. അവൻ പേടിച്ച് തന്റെ തോക്കും പിടിച്ച് വിറച്ചിരിക്കുകയാണ്.
ആ വണ്ടി അവിടെ നിർത്തി അതിൽ നിന്നൊരാൾ പുറത്തിറങ്ങി. കൊളംബസ് അയാൾക്ക് നേരെ പേടിച്ച് വിറച്ച് തോക്ക് ചൂണ്ടി. പക്ഷേ കാറിൽ നിന്നും ഇറങ്ങിയ മനുഷ്യൻ വളരെ കൂളായാണ് കൊളംബസിന് നേരെ തിരിച്ച് തോക്ക് ചൂണ്ടിയത്. കൊളംബസ് ലിഫ്റ്റ് തരാൻ വേണ്ടി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. എന്റെ പൊന്നുകടി, നിനക്കിത് മുമ്പ് എങ്ങനെയും പറഞ്ഞാൽ പോരായിരുന്നു എന്ന ഭാവത്തോടെ അയാൾ അത് സമ്മതിക്കുകയും ഒരു പുഞ്ചിരിയോടെ അവർ ഒരുമിക്കുകയും ചെയ്തു. അങ്ങനെ കൊളംബസ് തന്റെ ലഗേജുമായ വണ്ടിയിൽ കയറി. അയാൾ അവിടെ ഉണ്ടായിരുന്ന ബൈക്ക് ചവിട്ടി നിലത്തിട്ടു. അങ്ങനെ ചില സ്വഭാവങ്ങളുള്ള ഒരാളാണത്. കൊളംബസ് കാറിൽ കയറിയപ്പോൾ തന്നെ ബാക്ക് സീറ്റിലേക്ക് നോക്കി. അവന്റെ ലിസ്റ്റിലെ 31ാമത്തെ നിയമമായിരുന്നു അത്. അങ്ങനെ കൊളംബസ് അയാളോട് പേര് ചോദിച്ചു. പേര് പറഞ്ഞ് അടുത്തിടപഴകാൻ അയാൾ തയ്യാറല്ലായിരുന്നു. അരയിൽ നിന്നും ഒരു കത്തി എടുത്ത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറയുന്നില്ലെന്ന് അയാൾ പറഞ്ഞു. കൊളംബസിനോട് എവിടേക്കാണ് പോകുന്നതെന്ന് അയാൾ ചോദിച്ചു. കൊളംബസിലേക്കാണെന്ന് പറഞ്ഞ അവനോട് അയാൾ ടലഹാസയിലേക്കാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞു. അയാൾ കൊടുത്ത മദ്യം കുടിക്കാതെ പുറത്തേക്ക് കളയുകയാണ് കൊളംബസ് ചെയ്യുന്നത്. പക്ഷേ കുടിക്കുന്നത് പോലെ കാണിച്ച് അയാളെ പറ്റിക്കുകയും ചെയ്തു. കൊളംബസും ടലഹാസയും ഈസ്റ്റിലായിരുന്നു. അതുകൊണ്ട് കൊളംബസ് വരെ കമ്പനി നൽകുമെന്ന് ടലഹാസ എന്ന സ്ഥലപ്പേര് വിളിച്ച് അയാളോട് കൊളംബസ് ചോദിച്ചു. പക്ഷേ ടെസർഖാൻ എന്ന സ്ഥലം വരെ കൊണ്ടുപോകുമെന്ന് അയാൾ മറുപടി നൽകി. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. ഒരാളുടെ കൂടെ പോകുന്നത് തീരെ ഇഷ്ടമല്ലാത്ത കൊളംബസിന് പക്ഷേ ടലഹാസയുടെ കൂടെ പോകുന്നത് സേഫ് ആണെന്ന് തോന്നി. കാരണം ടലഹാസ തോക്കുകളുമായി ഒരുപാട് ഇടപഴക്കമുള്ള ഒരാളായിരുന്നു. ടലഹാസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ട്വിങ്കീസ് കേക്ക് കഴിക്കുന്നതാണ്. പോകുന്ന വഴിയിൽ ഒരു ഹോസ്റ്റസ് കേക്ക് ട്രക്ക് കണ്ട് അതിൽ നിന്നും ട്വിങ്കീസ് എടുക്കുവാൻ വേണ്ടി ടലഹാസെ വണ്ടി നിർത്തി. ഇവിടെയാണ് 18ാമത്തെ കൊളംബസിന്റെ നിയമം കാണിക്കുന്നത്. റൂൾ നമ്പർ 18 ലിംബർ അപ്പ്, അതായത് ബോഡിയൊക്കെ നന്നായി ഒന്ന് നിവർത്തണം. പക്ഷേ ടലഹാസ അത് കണ്ട് അവനെ പരിഹസിച്ചു. ഹോസ്റ്റസ് കേക്ക് ട്രക്ക് തുറന്ന ടലഹാസെ നിരാശനായി. കാരണം അതിനുള്ളിൽ ട്വിങ്കീസ് ഉണ്ടായിരുന്നില്ല, മറിച്ച് സ്നോബോൾസ് ആയിരുന്നു. കൊളംബസിന് അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ടലഹാസയ്ക്ക് അത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ അവർ അവിടെ നിന്നും പോയി. അവരവിടെ ഒരു റെസ്റ്റ് റൂമിന്റെ അവിടെ വണ്ടി നിർത്തി. ടലഹാസെ തന്റെ അഭ്യാസങ്ങൾ വെറുതെ കാണിച്ചു. അത് അയാളുടെ ഒരു ഹോബിയായിരുന്നു. കൊളംബസ് ബാത്റൂമിലേക്ക് പോവുകയാണ്. ബാത്റൂമിലേക്ക് വളരെ പേടിച്ചാണ് കൊളംബസ് നീങ്ങുന്നത്. കൊളംബസ് അല്ലെങ്കിൽ തന്നെ ധാരാളം പേടികളുള്ള ഒരാളായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും പേടിയുള്ളത് കോമാളികളെയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് അവരെ പേടിച്ച് സ്വപ്നത്തിൽ കാണാറുണ്ട്. എല്ലാത്തിനെയും പേടിയുള്ള കൊളംബസ് തന്റെ പഴയ കാലത്തെ കഥ പറയുന്നു. പലതിനെയും പേടി കാരണം പുറത്തേക്ക് ഇറങ്ങാത്ത ഒരാളായിരുന്നു കൊളംബസ്. മുഴുവൻ നേരവും വീഡിയോ ഗെയിം കളിച്ച് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിരിക്കുന്ന ഒരാൾ. സുന്ദരിയായ ഒരു പെൺകുട്ടിയോട് പ്രണയത്തിലാവുക എന്നതായിരുന്നു കൊളംബസിന്റെ അന്നത്തെ ജീവിത ലക്ഷ്യം. അങ്ങനെ പതിവ് പോലെ കഴിയുന്ന ഒരു ദിവസത്തിൽ അവന്റെ വീട്ടിലേക്ക് ഒരു വാതിലിൽ മുട്ടി ഒരാൾ വന്നു. അത് അവന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. വളരെ പേടിച്ചായിരുന്നു ആ പെൺകുട്ടി വാതിലിൽ മുട്ടിയത്. പൊതുവെ അങ്ങനെ വരുന്ന ആളുകൾക്ക് വാതിൽ തുറക്കാത്ത കൊളംബസ് പക്ഷേ ഇപ്പോൾ വാതിൽ തുറന്നു. അതിനൊരു കാരണമുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ അവൾ ഒരുപാട് സുന്ദരിയായിരുന്നു. വാതിൽ തുറന്നപ്പോൾ അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ശേഷം അവൾ ഒരിടത്ത് കംഫർട്ടായി ഇരുത്തി അവൾക്ക് കുടിക്കാനും കൊടുത്തു. കാര്യങ്ങളെല്ലാം അവൻ ചോദിച്ച് മനസ്സിലാക്കി. അവൾ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു. ബാറിൽ നിന്നും തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പിച്ചക്കാരനെ പോലത്തെ ഒരാൾ അവളുടെ പിന്നാലെ ഓടി വരികയും അവളെ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സോംബികൾ വരുന്നതിന് മുൻപേ ഉള്ളൊരു സംഭവമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ കൊളംബസിന് കാര്യം പിടികിട്ടിയില്ല. സംസാരത്തിന് ശേഷം ആകെ ക്ഷീണിച്ചു പോയിരുന്ന അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അവൾ അവന്റെ മടിയിൽ ചാരി കിടന്നുറങ്ങി. അതുപോലെ സുന്ദരിയായ ഒരു കുട്ടിയുടെ കൂടെ കിടക്കുക എന്നത് അവന്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കും മുമ്പേ അവന്റെ സ്വപ്നങ്ങൾ ഇല്ലാതായിരുന്നു. കൂടെ കിടന്ന ആ പെൺകുട്ടി അപ്പോഴേക്കും ഒരു സോംബിയായി മാറി. അവൾ അവനെ പിടിച്ചു കഴിക്കാൻ ശ്രമിക്കുന്നു. കൊളംബസിന് അവളോടുള്ള ഇഷ്ടം മൂലം അവളെ അടിക്കാൻ കഴിഞ്ഞില്ല. അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എത്രയൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടും അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവസാനം അവളെ 2 വട്ടം തലക്കടിച്ചാണ് അവൻ രക്ഷപ്പെട്ടത്. അതായിരുന്നു അവന്റെ ആദ്യത്തെ സോംബി അനുഭവം. അതെല്ലാം കഴിഞ്ഞ് സോംബികളെല്ലാം ഇപ്പോൾ ഒരുപാട് വളർന്നിരിക്കുന്നു. പോകുന്ന വഴിയിലെ പാതി കരിഞ്ഞ വണ്ടിയുടെ തടസ്സം മാറ്റി അവർ മുൻപോട്ട് പോയി. പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒരുപാട് സംസാരിച്ചു. ടലഹാസെ അവസാനമായി എന്നാണ് സെക്സ് ചെയ്തതെന്ന് കൊളംബസിനോട് ചോദിച്ചു. 3 ആഴ്ച മുമ്പ് ഒരു ട്രക്കിന് പിന്നിലാണെന്ന് കൊളംബസ് മറുപടി നൽകി. ബെവർലി ഹിൽസ് എന്നൊരു പെൺകുട്ടിയുടെ കൂടിയായിരുന്നു അത്. പോകുന്ന വഴിയിൽ അവർ ഒരു സോംബിയെ കണ്ട് വണ്ടി നിർത്തി. വിഷമങ്ങൾ പറയുന്ന കൊളംബസിനോട് താൻ പോകുന്ന സ്ഥലത്ത് കാത്തിരിക്കുന്ന ആളും ചിലപ്പോൾ ഒരു സോംബി ആയിരിക്കുമെന്ന് ടലഹാസെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്ന സോംബിയെ വണ്ടിയുടെ വാതിൽ കൊണ്ട് ഇടിച്ച് ടലഹാസെ കൊന്നു. അയാൾക്ക് ട്വിങ്കീസ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി സോംബികളെ കൊല്ലുന്നതായിരുന്നു. ട്വിങ്കീസിന്റെ കാര്യം പറഞ്ഞപ്പോൾ കൊളംബസിന് ഒരു സംഭവം ഓർമ്മ വന്നു. ഒരിക്കലൊരു ട്വിങ്കി കിട്ടാൻ വേണ്ടി അയാൾ സോംബികളുള്ള ഒരു ഗ്രോസറി ഷോപ്പിൽ കയറി. സ്വന്തം ജീവിതം അപകടത്തിലാക്കിയാണ് അയാൾ ആയുധങ്ങളുമായ ഗ്രോസറി ഷോപ്പിൽ കയറിയത്. ഒപ്പം കൊളംബസും കൂടെ ഉണ്ടായിരുന്നു. ടലഹാസയ്ക്ക് സോംബികളെ കൊല്ലുന്നതിൽ ഒരു പ്രത്യേക ശൈലി തന്നെ ഉണ്ടായിരുന്നു. അയാളത് ചെയ്യുന്നത് ഒരു കല പോലെയായിരുന്നെന്ന് കൊളംബസ് പറയുന്നു. ആ ഷോപ്പിൽ കയറി അയാൾ ഗിറ്റാർ വായിച്ചു. ശബ്ദം കേട്ട് സോംബികൾ വരാനാണ് അങ്ങനെ ചെയ്യുന്നത്. അത് കണ്ട് ഓടി വന്ന സോംബിയെ അയാൾ ഗിറ്റാർ കൊണ്ട് അടിച്ചു കൊന്നു. രോമാഞ്ചം കൊള്ളിക്കുന്നൊരു സീനാണിത്. അപ്പോഴേക്കും കൊളംബസിന്റെ പിന്നിൽ നിന്നൊരു സോംബി കൂടി വന്നു. കൊളംബസ് ഓടി ടലഹാസയുടെ അടുത്ത് പോയി. അയാൾക്ക് വാണിംഗ് കൊടുത്തു. ടലഹാസ ഗിറ്റാർ കൊണ്ട് അതിനെയും അടിച്ചു കൊന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതം രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. അതിനുശേഷം വന്ന സോംബിയെ ടലഹാസ ഒരു വലിയ കത്രിക കൊണ്ട് തീർത്തു. അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം നിൽക്കുമ്പോഴാണ് അവരുടെ മുമ്പിലേക്ക് എമ്മ സ്റ്റോൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം വരുന്നത്. അവൾ വന്ന് അവരോട് സഹായം ചോദിച്ചു. വർഷങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു യുവതിയെ കണ്ട കൊളംബസിന് പക്ഷേ തന്റെ വീട്ടിലേക്ക് പണ്ട് വന്ന അയൽവാസി ഓർമ്മ വന്നു. എങ്കിലും അപ്പോഴേക്കും അവന്റെ മനസ്സിൽ അവൾ വീണുപോയിരുന്നു. അവിടെയാണ് റൂൾ നമ്പർ 22 പറയുന്നത്. റൂൾ നമ്പർ 22, വെൻ ഇൻ ഡൗട്ട് നോ യുവർ വേ ഔട്ട്. അങ്ങനെ അവർ ആ റൂമിലേക്ക് കയറി. അവർ പരിചയപ്പെട്ടു. എമ്മ സ്റ്റോൺ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് വിച്ചിറ്റ എന്നും അവളുടെ അനിയത്തിയുടെ പേര് ലിറ്റിൽ റോക്ക് എന്നുമായിരുന്നു. പക്ഷെ അതെല്ലാം താൽക്കാലിക പേരുകളാണ്. ലിറ്റിൽ റോക്കിന് സോംബി ഇൻഫെക്ഷൻ പിടിപെട്ടിരിക്കുകയാണ്. അവളെ കൊല്ലാൻ വേണ്ടിയാണ് വിച്ചിറ്റ അവരോട് സഹായം ചോദിച്ചത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊണ്ട് അവളെ വെടിവെക്കുമോ എന്ന് വിച്ചിറ്റ ചോദിച്ചു. പക്ഷെ അവളൊരു കൊച്ചുകുട്ടിയാണെന്നും തനിക്ക് അതിന് കഴിയില്ലെന്നും കൊളംബസ് പറയുന്നു. അപ്പോഴാണ് പറയുന്നത് അവൾ തന്നെയാണ് ആദ്യം അവളെ സ്വയം കൊല്ലാൻ പറഞ്ഞതെന്ന്. പക്ഷേ കൊളംബസിന് അതിന് കഴിഞ്ഞിരുന്നില്ല. ഓരോന്നും പറഞ്ഞു നിന്നിരുന്ന കൊളംബസിന്റെ മുഖത്ത് നോക്കി ലിറ്റിൽ റോക്ക് പറഞ്ഞു അവൻ ഗട്ട്സ് ഇല്ലാത്തവനാണെന്നും തോക്ക് ടലഹാസയ്ക്ക് കൊടുക്കുക, അയാൾ അത് ചെയ്യുമെന്നും. അങ്ങനെ കൊളംബസ് തോക്ക് കൈമാറി. വെടിവെക്കാൻ നിൽക്കുന്ന ടലഹാസയോട് വിജിറ്റ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവൾ സ്വയം അനിയത്തിയെ വെടിവെക്കാമെന്ന് പറഞ്ഞ് തോക്ക് ചോദിച്ചു. അയാൾ അങ്ങനെ തോക്ക് കൈമാറി.
പക്ഷെ അപ്പോഴാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. തോക്ക് വാങ്ങിയ വിജിറ്റ് അയാൾക്ക് നേരെ തിരിഞ്ഞു. തോക്കും വണ്ടിയും കിട്ടാൻ വേണ്ടി ചേട്ടത്തിയും അനിയത്തിയും കളിച്ചൊരു നാടകമായിരുന്നു അത്. അവരെ വിശ്വസിച്ച കൊളംബസിനും ടലാസയ്ക്കും പണി കിട്ടി. വിജിറ്റയും ലിറ്റിൽ റോക്കും കൂടി അവരുടെ തോക്കും വണ്ടിയുമായി അവിടെ നിന്നും പോയി. കൊളംബസും ടലാസയും വഴിയിൽ ഒറ്റപ്പെട്ടു. പോകുന്ന വഴിക്ക് വിജിറ്റയും ലിറ്റിൽ റോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ നാടകത്തെ പറ്റിയും അവർ മണ്ടന്മാരാക്കിയ ആളുകളെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ ലിറ്റിൽ റോക്ക് പസഫിക് പ്ലാലൈനിനെ പറ്റി കേട്ടത് ശരിയാണെന്ന് വിജിറ്റയോട് ചോദിച്ചു. അതെ, അവിടെയുള്ള ഏക സോംബി ഇല്ലാത്ത സ്ഥലമാണെന്ന് തിരിച്ച് വിജിറ്റ മറുപടി നൽകി. ഇതേ സമയം കൊളംബസും ടലാസയും പരസ്പരം പഴിച്ച് റോഡിൽ വണ്ടി തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ അവർ ഒരു മിനിവാൻ കണ്ടു. കൊളംബസ് അത് ടലാസയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ചൂടായി. എന്നിട്ട് ആ വണ്ടി തല്ലിപ്പൊട്ടിച്ചു. കാരണം ടലാസ എന്നും വലിയ വണ്ടികൾക്ക് മാത്രമേ വഴങ്ങിയിരുന്നുള്ളൂ. അങ്ങനെ നടന്ന് അവർ ഒരു വലിയ മഞ്ഞ ട്രക്കിനടുത്തെത്തി. അതിലേക്ക് പോയി നോക്കുമ്പോൾ സ്റ്റിയറിംഗിന് മേലെ ഒരു സോമിയുടെ പോലുള്ള കൈകളുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പക്ഷെ അവിടെ പേടിപ്പിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. പകുതി പറഞ്ഞു പോയ കൈകളുടെ ഭാഗമായിരുന്നു അത്. ടലാസ അത് പറിച്ചു കളഞ്ഞു. കൊളംബസ് അവന്റെ നിയമപ്രകാരം ബാക്ക് സീറ്റ് നോക്കി. അവിടെ ഒരു ബാഗിനുള്ളിൽ കുറെ തോക്കുകളുണ്ടായിരുന്നു. ടലാസയ്ക്ക് വളരെയധികം സന്തോഷമായി. ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയത് നല്ലതിനു വേണ്ടിയാണെന്ന് അവർക്ക് തോന്നി. സന്തോഷത്തിൽ ടലാസ തോക്കെടുത്ത് കുറെ വെടിവെച്ചു. മാത്രമല്ല അയാളുടെ വണ്ടിയിലുണ്ടായിരുന്നതുപോലെ 3 എന്ന് ആ വണ്ടിയുടെ മേലെയും പെയിന്റ് ചെയ്തു. ശേഷം അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. ടലാസ ആ 2 പെൺകുട്ടികളോട് പ്രതികാരം വീട്ടാനുള്ള മട്ടിലായിരുന്നു. പക്ഷേ അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് കൊളംബസ് അത് വിട്ടുകളഞ്ഞു. എന്തുകൊണ്ട് അവർക്ക് അവരുടെ കുടുംബത്തിലേക്ക് പോയിക്കൂടെന്ന് ചോദിച്ചു. പക്ഷേ ടലാസയ്ക്ക് കുടുംബമൊക്കെ മുമ്പേ നഷ്ടപ്പെട്ടിരുന്നു. ടലാസയ്ക്ക് കുടുംബം എന്നത് അയാളുടെ ബക്ക് എന്ന പട്ടിക്കുട്ടിയായിരുന്നു. പക്ഷേ സോംബികൾ വന്ന് അതിനെ കൊന്നിരുന്നു. തന്റെ പട്ടിക്കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അതോർത്ത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. താൻ ഒരു പുതിയ കുടുംബം തപ്പുകയാണെന്ന് അയാൾ കൂട്ടിച്ചേർത്തു. സംസാരിക്കുന്നതിനിടെ ടലാസ പറഞ്ഞൊരു കാര്യം കൊളംബസിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് അവന്റെ 32ാമത്തെ നിയമമായി കൂട്ടിച്ചേർത്തു. റൂൾ നമ്പർ 32, എൻജോയ് ദ ലിറ്റിൽ തിങ്സ്. അവസാനം അവർ ആ 2 പെൺകുട്ടികളുടെ മുമ്പിലെത്തി. പക്ഷേ അവരുടെ കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൊളംബസിനെ വണ്ടിയിൽ എത്തി ടലാസ കാറിൽ നിന്നും ഇറങ്ങി അവർ എടുത്തുകൊണ്ട് പോയ തന്റെ വണ്ടിയിൽ പോയി എത്തി നോക്കി. പക്ഷേ അതിൽ ആരും ഉണ്ടായിരുന്നില്ല. നടു റോട്ടിൽ വെറുതെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അത്. ടലാസ തിരിച്ച് കൊളംബസിന്റെ അടുത്തേക്ക് പോയി വണ്ടിയിൽ കയറി. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. കൊളംബസിന് പിന്നിൽ തോക്കുമായി ലിറ്റിൽ റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. ടലാസ ഇറങ്ങിപ്പോയപ്പോൾ പിന്നിലൂടെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി കയറിയതാണ് അവൾ. മാത്രമല്ല റോഡിന്റെ സൈഡിലുള്ള വയലിൽ വിജിറ്റ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളും വന്ന വണ്ടിയിൽ കയറി. അവർ കൊളംബസിനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റി വണ്ടി ഓടിച്ചു. പക്ഷേ വണ്ടി എടുത്ത് കൊണ്ടുപോയില്ല. ഒപ്പം അവരെയും കൂട്ടുകയും ചെയ്തു. കൊളംബസിന് വിജിറ്റ ഇത്രയ്ക്ക് ഉടായ്പ കാണിച്ചിട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോംബികൾ വരുന്നതിന് മുമ്പ് അവൾ ഇങ്ങനെ തന്നെയായിരുന്നെന്ന് കൊളംബസ് തന്റെ കഥ പറച്ചിലിൽ കൂട്ടിച്ചേർത്തു. പണ്ട് കളഞ്ഞുപോയൊരു മോതിരത്തിന്റെ പ്ലാനും വെച്ച് അനിയത്തിയും ചേട്ടത്തെയും കൂടി ആളുകളെ പറ്റിക്കുന്ന കഥ കൊളംബസ് വിശദീകരിച്ചു. അധികം പൈസ ഇല്ലാത്തൊരു മോതിരം കളഞ്ഞ് അനിയത്തിയെ കൊണ്ടത് പറക്കിയെടുപ്പിച്ച് വിജിറ്റ ഓൾറെഡി വശത്താക്കി വെച്ച ഒരാൾക്ക് അത് അവളെ കൊണ്ട് കൂടുതൽ പണത്തിന് കൊടുത്ത് പൈസ ഉണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു അത്. അത് അവരുടെ സ്ഥിരം പരിപാടി തന്നെയായിരുന്നു. വിജിറ്റ ഒരുപാട് സുന്ദരി ആയിരുന്നതുകൊണ്ട് തന്നെ ആളുകൾ അതിൽ വീണിരുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ടൽഹാസെ ലിറ്റിൽ റോക്കിന്റെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി അവരുമായി അടിയുണ്ടാക്കി. പക്ഷേ കൊളംബസ് ഇടപെട്ട് മെച്ചൂർ ആയത് പരിഹരിച്ചു. പോകുന്നതിനിടയിൽ കൊളംബസ് അവരെ പറ്റി ചോദിച്ചു. അവർ പസഫിക് പ്ലാലൈനിലേക്ക് പോവുകയാണെന്നും അവിടെ സോംബികളില്ലെന്നും ലിറ്റിൽ റോക്ക് അവരോട് പറഞ്ഞു. ടൽഹാസെ ആ വിഡ്ഢിത്തരം ആദ്യം എതിർക്കാൻ പോയെങ്കിലും വിജിറ്റ നോക്കിയപ്പോൾ ലിറ്റിൽ റോക്കിനോട് യോജിച്ച് സംസാരിച്ചു. പോകുന്നതിനിടയിൽ കൊളംബസ് തന്റെ ജന്മനാടായ കൊളംബസ് ഓഹിയോയെ പറ്റി ചോദിച്ചു. അത് അവന്റെ ജന്മസ്ഥലമാണെന്നറിയാതെ വിജിറ്റ അവിടെയൊക്കെ കരിഞ്ഞു ചാമ്പലായെന്ന് മറുപടി നൽകി. ടലാസെ തോണ്ടി നോക്കിയപ്പോഴാണ് അവൾക്ക് കാര്യം പിടികിട്ടിയത്. കുടുംബം നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി വിഷമിച്ചിരിക്കുന്ന കൊളംബസിനെ വിജിറ്റ ആശ്വസിപ്പിക്കുകയും അവനൊരു റൈഡ് ഓഫർ ചെയ്യുകയും ചെയ്തു. സമയം ഒരുപാട് കഴിഞ്ഞ് രാത്രിയായി. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കെ ഒരു വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ വിജിറ്റ വേണമെങ്കിൽ കൊളംബസിനോട് ആ വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. കൊളംബസ് ഇറങ്ങാൻ നിന്നെങ്കിലും ഒരു നിമിഷത്തെ വിജിറ്റയുടെ നോട്ടം കൊണ്ട് അവൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാകണമെന്ന് തോന്നിപ്പിച്ചു. അതുകൊണ്ട് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയില്ല. വിജിറ്റ അവനെ നോക്കി പുഞ്ചിരിച്ച് വണ്ടിയെടുത്തു. ബാക്കിൽ അപ്പോൾ ടലാസയും ലിറ്റിൽ റോക്കും കിടന്നുറങ്ങുകയാണ്. ശേഷം അവർ ഒരു പഴയ ആന്റിക് ഷോപ്പിലെത്തി. അവിടെ എത്തി എല്ലാവരും തന്നെ അതിനുള്ളിലേക്ക് കയറാനായി നിന്നു. കയറുന്നതിന് മുമ്പ് ടലാസെ ആർക്ക് ആദ്യം പോകണമെന്ന് ചോദിച്ചു. കൊളംബസിന് അപ്പോൾ വിജിറ്റയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ആദ്യം കയറി സോംബികളോട് ആക്ഷൻ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ അവന്റെ നിയമം തെറ്റിക്കുന്നത് പോലെയാവും. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം റൂൾ നമ്പർ 17, ഡോണ്ട് ബി എ ഹീറോ. അതുകൊണ്ട് തന്നെ ഒരു ഹീറോ ആകാതെ കൊളംബസ് ടലാസയോട് ആദ്യം പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ടലാസ കയറി ചെന്നൊരു മണി കിലുക്കി. അത് കേട്ട് ഓടി വന്ന സോംബിയെ തോക്ക് കൊണ്ടൊന്ന് ഹെഡ് ഷോട്ട് ചെയ്തു. കൊളംബസ് അതിന് രണ്ടാമതും വെടിവെച്ചു. ശേഷം ടലാസ അത് സോംബി കിൽ ഓഫ് ദി വീക്ക് ആയോ എന്ന് കൊളംബസിനോട് ചോദിച്ചു. അതൊരു സൂപ്പർ കിൽ ആയിരുന്നെങ്കിലും സോംബി കിൽ ഓഫ് ദി വീക്ക് ഒരു പിയാനോ തലയ്ക്ക് വീഴ്ത്തി സോംബിയെ കൊന്നൊരു സിസ്റ്റർക്കായിരുന്നു. ശേഷം ആ കടയിൽ നിന്നും പെർഫ്യൂം എടുത്ത് മണത്തുകൊണ്ടിരിക്കുന്ന കൊളംബസിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ടലാസയ്ക്ക് അവൻ വിജിറ്റയ്ക്ക് വീണ് കഴിഞ്ഞെന്ന് മനസ്സിലായി. കളിയാക്കി കൊളംബസിന്റെ പാന്റ് പെർഫ്യൂം കൊണ്ട് നനച്ച ടലാസയെ അവൻ തിരിച്ചും ഉപദ്രവിച്ചു. ശേഷം ടലാസെ അവൻ ഇടിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനം നിലത്ത് വീണു. ഇത് കണ്ട് വിജിറ്റ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവർ വിഷയം മാറ്റി. അവർ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഉടച്ചു കളിക്കുന്ന പോലെ അഭിനയിച്ചു. ശേഷം ഇതിലേക്ക് വിജിറ്റയും ലിറ്റിൽ റോക്കും ചേർന്നു. അവർ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അടിച്ച് പൊളിച്ച് ഉടച്ച് സന്തോഷം കണ്ടെത്തി. എൻജോയ് ദ ലിറ്റിൽ തിങ്സ് എന്ന വാക്കുകൾ എത്രത്തോളം ശരിയാണെന്ന് കൊളംബസിന് മനസ്സിലായി. എല്ലാം തകർത്ത് അവർ സന്തോഷത്തോടെ അവിടെ നിന്നും ഇറങ്ങി. അന്നത്തെ രാത്രി പലതും പറഞ്ഞ് സന്തോഷത്തോടെ തമാശയൊക്കെ പറഞ്ഞ് വണ്ടി ഓടിച്ചു. പലരും മാറി മാറിയാണ് വണ്ടി ഓടിച്ചത്. ടൽഹാസെ ലിറ്റിൽ റോക്കിന് പ്രസിദ്ധമായ ക്ലാസിക് പാട്ടുകാരികളെയും നടന്മാരെയും അറിയാത്തത് പറഞ്ഞ് കളിയാക്കി. അതിനൊരു കാരണമുണ്ടായിരുന്നു. അവൾ ചെറിയൊരു കുട്ടിയായിരുന്നു, വെറും 12 വയസ്സുള്ള കുട്ടി. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ചേച്ചി വിജിറ്റ പസഫിക് പ്ലേലാൻഡിൽ സോംബികൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ലിറ്റിൽ റോക്കിന്റെ സന്തോഷത്തിന് വേണ്ടി അവളുടെ വിശ്വാസം തകർക്കാതെ അങ്ങോട്ട് പോകാൻ തയ്യാറായത്. പസഫിക് പ്ലേലാൻഡിലേക്കായിരുന്നു അവരുടെ യാത്ര. പോകുന്ന വഴിയിൽ സോംബികൾക്ക് പിടികൊടുക്കാതെ ഒരു റൂട്ട് മാപ്പ് വഴിയിൽ നിന്നും അവർ ഒപ്പിച്ചു. അങ്ങനെ അതിൽ നോക്കി അവർ അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ തങ്ങാനായി ഒരു വീട് കണ്ടെത്തി.
മറ്റാരുടെയുമല്ല, പ്രശസ്ത സിനിമാ നടനായ ബിൽ മുറയുടെ വലിയ ആഡംബര വീടായിരുന്നു അത്. വീട്ടിലേക്ക് ചെന്ന് അവർ പരിശോധന തുടങ്ങി. ലിറ്റിൽ റോക്കിന് ബിൽ മുറെ ആരാണെന്ന് അറിയാമായിരുന്നില്ല. ബിൽ മുറെ അറിയാത്തൊരു കുട്ടിയെ താൻ കണ്ടിട്ടില്ലെന്ന് ടെലാസെ പറഞ്ഞു. മാത്രമല്ല അത് ഗാന്ധിജി ആരാണെന്ന് അറിയാത്ത പോലെയാണെന്ന് ടെലാസെ പറഞ്ഞു. അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ലിറ്റിൽ റോക്കിന് ഗാന്ധി ആരാണെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സംസാരം കഴിഞ്ഞ് അവർ അവിടുത്തെ ഹാളിൽ നോക്കി. ടെലാസയ്ക്ക് വേണ്ടിയിരുന്ന ട്വിങ്കീസ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ ബഹളത്തിലായിരുന്നു അവരോട് കൊളംബസ് ഒച്ചയുണ്ടാക്കാതിരിക്കാനും ടെലാസയോടും വിജിറ്റയോടും ഒരു വഴിയിൽ പോയി അന്വേഷിക്കാനും താനും ലിറ്റിൽ റോക്കും വേറെ വഴിയിൽ പോകാമെന്നും പറഞ്ഞു. അങ്ങനെ അവർ 2 സെക്ഷനായി മുറിഞ്ഞു നടന്നു. കൊളംബസും ലിറ്റിൽ റോക്കും ചേർന്ന് ആ വീടിനുള്ളിൽ തിയേറ്ററിലെത്തി. അത് കണ്ട് ഞെട്ടിയ അവർ അതിൽ ബിൽ മുറയുടെ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് മൂവി വെച്ച് കണ്ടു. വിജിറ്റയും ടെലാസയും ഒരു ബെഡ്റൂമിലെത്തി. അവരവിടെ പാട്ട് വെച്ച് തുള്ളിച്ചാടിയിരുന്നു. ഈ സമയത്താണ് വീട്ടിലൊരു റൂമിൽ ബിൽ മുറ ഉണ്ടായിരുന്നത്. അങ്ങേര് പക്ഷേ സാധാരണയാളുടെ പോലെ ആയിരുന്നില്ല, ഒരു സോംബിയെ പോലെ ആയിരുന്നു. ശബ്ദം കേട്ട് ബെഡ്റൂമിൽ കിടക്കുന്ന അയാൾ എണീച്ച ശബ്ദത്തെ പിന്തുടർന്നു. അങ്ങനെ ബിൽ മുറെ പിന്തുടർന്ന് ടെലഹാസിയുടെയും വിജിറ്റയുടെയും അടുത്തെത്തി. അതൊരു സോംബിയാണെന്ന് കരുതി വിജിറ്റ അയാളെ അടിച്ചെങ്കിലും പിന്നീട് ശരിക്കും ബിൽ മുറയാണെന്ന് അയാൾക്ക് മനസ്സിലായി. സോംബികൾ മറ്റു സോംബികളെ ഭക്ഷിക്കാറില്ല, അതുകൊണ്ട് തന്നെ സോംബിയെ പോലെ വേഷം മാറി നടക്കുകയാണ് താനെന്ന് ബിൽ മുറെ പറഞ്ഞു. ബിൽ മുറയെ നേരിൽ കണ്ട സന്തോഷം ടെലഹാസയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അയാൾ അത് പരമാവധി എക്സ്പ്രസ് ചെയ്തു. സന്തോഷ പ്രകടനത്തിന് ശേഷം ബിൽ മുറെ അവരെ ട്രീറ്റ് ചെയ്തു. അവർ ഒരുമിച്ച് പുകവലിക്കുകയും അയാളുടെ പടത്തിലെ വേഷങ്ങൾ കെട്ടിയടുകയും എല്ലാം ചെയ്തു. ഇതേ സമയം കൊളംബസ് ലിറ്റിൽ റോക്ക് വഴി വിജിറ്റയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. അങ്ങനെയിരിക്കെ ബിൽ മുറെ കൊളംബസിന്റെ അടുത്തേക്ക് അവനെ പേടിപ്പിക്കാനായി വീണ്ടും സോംബി വേഷം കെട്ടി സോംബിയെ പോലെ പോയി. പക്ഷേ പ്രതീക്ഷ പോലെയല്ല കാര്യങ്ങൾ നടന്നത്. കൊളംബസ് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അയാൾ സോംബിയാണെന്ന് കരുതി അയാളെ വെടിവെച്ചു. അങ്ങനെയായിരുന്നു ബിൽ മുറയുടെ മരണം. പക്ഷേ മരണത്തിന് കുറച്ച് മുമ്പ് അയാൾ അവരോട് സംസാരിക്കുകയും മാപ്പ് പറഞ്ഞ കൊളംബസിനോട് തന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വിഷമപ്രകടനത്തിന് ശേഷം അയാളുടെ മരണച്ചടങ്ങുകൾ ഒരു പട്ടാളക്കാരുടെ പോലെ കഴിച്ച് അവർ മുകളിലേക്ക് വെടിവെച്ചു. അങ്ങനെ അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. ഒരുപാട് പാർട്ടി കളിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. വളരെയധികം ആനന്ദത്തോടെയാണ് ആ ദിവസം കടന്നുപോയത്. രാത്രി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ടെലാസെ ബക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് കൊളംബസിന് ആ കാര്യം മനസ്സിലായത്. അതൊരു പട്ടിക്കുട്ടിയായിരുന്നില്ല, മറിച്ച് അയാളുടെ മകൻ തന്നെയായിരുന്നു. ടെലാസെ അതെല്ലാം പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. അയാൾ മകന്റെ ഫോട്ടോ എല്ലാം അയാളുടെ പേഴ്സിൽ നിന്നെടുത്ത് കാണിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് നേരം കഴിഞ്ഞ് എല്ലാവരും വേറെ വേറെ ആയിരുന്നപ്പോൾ ടെലഹാസെ തോക്കുകൊണ്ട് വെടിവെച്ച് കളിക്കുകയായിരുന്നു. അയാളുടെ അടുത്ത് വന്ന് ലിറ്റിൽ റോക്ക് അയാളെ പോലെ വെടിവെച്ച് പരിശീലനം ആരംഭിച്ചു. പക്ഷേ അവളുടെ ഉന്നം എപ്പോഴും തെറ്റായിരുന്നു. അത് കണ്ട ടെലാസ അവളോട് ധൃതി പിടിക്കാതെ പതുക്കെ ശ്വാസം വലിച്ച് വെടിവെക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ അവളുടെ ഉന്നം തെറ്റിയില്ല. ഇതേ സമയം വിജിറ്റ കൊളംബസിനെ ബീർ കുടിക്കാൻ ക്ഷണിച്ചു. കൊളംബസ് അത് സ്വീകരിക്കുകയും അവളോടൊപ്പം ബീർ കുടിക്കാൻ പോവുകയും ചെയ്തു. 1997 ഒരു ബിയറായിരുന്നു അത്. അതിനെപ്പറ്റി സംസാരിച്ചു അവർ. 1997 ഓർമ്മകളിലേക്ക് പോയി. വിജിറ്റയെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല വർഷമായിരുന്നു. അവൾ ആദ്യമായി ടാറ്റു അടിച്ചതും ബോയ്ഫ്രണ്ടിനെ കിസ് അടിച്ചതും അനാക്കോണ്ട ഇറങ്ങിയതുമായ വർഷം. പക്ഷേ കൊളംബസിന് അതൊരു മോശം വർഷമായിരുന്നു. അവൻ്റെ കൂടെ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എല്ലാ പെൺകുട്ടികളും അവനോടൊപ്പം ഡാൻസ് കളിക്കുന്നതിൽ അവനെ റിജക്ട് ചെയ്ത വർഷമായിരുന്നു അത്. ഇത് കേട്ട് അവനോട് സഹതാപം തോന്നിയ വിജിറ്റ അവനോടൊപ്പം ബിയർ കുടിച്ച് ഡാൻസ് കളിക്കുകയും അവസാനം സംസാരിച്ച് കിസ് അടിക്കാൻ പോവുകയും ചെയ്തു. പക്ഷേ കിസ് അടിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ടെലാസെ വന്നത് ബ്രേക്ക് ചെയ്തത്. കിടക്കുന്ന സ്ഥലം ഒരുക്കാൻ വേണ്ടി സഹായം ചോദിക്കാൻ വന്നായിരുന്നു അവിടെ ടെലാസെ. അങ്ങനെ അവരുടെ കിസ് മുടങ്ങിയെങ്കിലും അത് നല്ലതിനാണെന്ന് വിജിറ്റ കൊളംബസിനോട് പറഞ്ഞു. അവൾക്ക് അവൻ ഇഷ്ടപ്പെട്ടെങ്കിലും അവളുടെ അനിയത്തിയും അവളും സർവൈവ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്നും അതുകൊണ്ട് വേറെ ആരുമായി ബന്ധങ്ങൾ വെച്ചു പുലർത്തില്ലെന്നും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അത് മുടങ്ങി. ശേഷം അന്ന് രാത്രി അവരെല്ലാവരും ഉറങ്ങി. പിറ്റേന്ന് രാവിലെയാണ് കൊളംബസിനെയും ടെലാസയും ഞെട്ടിക്കുന്ന വാർത്ത അവർ അറിഞ്ഞത്. വിജിറ്റയും ലിറ്റിൽ റോക്കും അവരെ അവിടെയാക്കി വണ്ടിയെടുത്ത് പസഫിക് പ്ലാൻലാൻഡിലേക്ക് പോയി. വിജിറ്റ പോയത് ടെലഹാസിയെയും കൊളംബസിനെയും ഒരുപാട് വിഷമിപ്പിച്ചു. വിജിറ്റയും ലിറ്റിൽ റോക്കും വണ്ടിയിൽ വേറെ എവിടെയും നിർത്താതെ അവരുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ പോയി. ഇന്നലെ രാത്രി കൊളംബസിനെ കിസ് അടിക്കാൻ പോയെന്നും അതിൽ പശ്ചാത്തപിക്കുന്നുവെന്നും വിജിറ്റ ലിറ്റിൽ റോക്കിനോട് പറഞ്ഞു. അങ്ങനെ രാത്രി ആയതോടെ അവർ പസഫിക് പ്ലാൻലാൻഡിലെത്തി. ഇതേ സമയം ടെലഹാസിയും കൊളംബസും ബിൽ മുറയുടെ വീട്ടിൽ പാക്ക് ചെയ്ത് അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. കൊളംബസിന് വിജിറ്റ പോയത് മുതൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങി. അവൻ അത്രയും അവളോട് അടുത്ത് പോയിരുന്നു. ടെലാസ് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വിജിറ്റയും ലിറ്റിൽ റോക്കും പസഫിക് പ്ലാൻലാൻഡിലെത്തി. അതൊരു അമ്യൂസ്മെന്റ് പാർക്കായിരുന്നു. അവിടെ ചെന്ന് വളരെ സൂക്ഷ്മതയോടെ വിജിറ്റ അവിടുത്തെ റൈഡുകളെല്ലാം ഓണാക്കി. അവിടെ മൊത്തം ആകെ കളർഫുള്ളായി റൈഡുകൾ പ്രവർത്തിച്ചു തുടങ്ങി. അവർ ആദ്യം ഒരു യന്ത്ര ഊഞ്ഞാലിൽ കയറി ഉയരത്തിൽ ആടാൻ തുടങ്ങി. ഇതേ സമയം അകലെ നിന്നും സോംബികൾ ആ പാർക്കിലെ ശബ്ദം കേട്ട് അവിടേക്ക് ഓടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ലിറ്റിൽ റോക്ക് കണ്ടു. അങ്ങനെ അവർ യന്ത്ര ഊഞ്ഞാലിൽ നിന്നും ഇറങ്ങി സോംബികളിൽ നിന്നും ഓടിയും വെടിവെച്ചും അവരുടെ വണ്ടിയിൽ കയറി. പക്ഷേ വണ്ടിക്ക് ചുറ്റും സോംബികൾ പൊതിഞ്ഞിരുന്നു. അവറ്റകൾ വണ്ടിയുടെ ജനലെല്ലാം പൊളിച്ച് വിജിറ്റയെയും ലിറ്റിൽ റോക്കിനെയും ആക്രമിക്കാൻ തുടങ്ങി. അവർ വണ്ടി ഒഴിച്ച് അതിൽ നിന്നും ചാടി ഇറങ്ങി. അതിന്മേലുണ്ടായിരുന്ന സോംബികളെല്ലാം വെള്ളത്തിൽ വീണു. പക്ഷേ ബാക്കിയും കുറേ സോംബികളുണ്ടായിരുന്നു. വിജിറ്റയും ലിറ്റിൽ റോക്കും അവരെ വെടിവെച്ച് ഒരു തണ്ടർ ബോട്ടിലേക്ക് ഓടിക്കയറി. ഇതേ സമയം ടെലഹാസയും കൊളംബസും വിട പറയാൻ നിൽക്കുകയായിരുന്നു. കൊളംബസ് വിജിറ്റയെ തപ്പി പസഫിക് പ്ലാൻലാൻഡിലേക്ക് പോകാൻ തയ്യാറായി. അതിനോട് യോജിക്കാൻ ടെലാസയ്ക്ക് കഴിഞ്ഞില്ല. അയാൾക്ക് മെക്സിക്കോയിലേക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ട്വിങ്കീസ് തപ്പി പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ യാത്ര പറഞ്ഞു പോകുമ്പോൾ ആ 2 പെൺകുട്ടികളുടെയും ഫോട്ടോ ആരുടെയെങ്കിലും പേഴ്സിൽ കാണുമെന്ന് പറഞ്ഞ് കൊളംബസ് ടെലാസയെ അയാളുടെ മകന്റെ കാര്യം ഓർമ്മിപ്പിച്ചു. വണ്ടി എടുത്ത് അവൻ വണ്ടി ഓടിച്ച് നേരെ പോയി വീണു. ടെലാസ അപ്പോൾ അവൻ പറഞ്ഞത് മനസ്സിൽ കൊണ്ട് അവനോടൊപ്പം പോകാൻ തയ്യാറായി. അങ്ങനെ കാറിൽ അവനെയും കയറ്റി പസഫിക് പ്ലാൻലാൻഡിലേക്ക് വിജിറ്റയെയും ലിറ്റിൽ റോക്കിനെയും രക്ഷിക്കാനായി പോയി. വിജിറ്റയും ലിറ്റിൽ റോക്കും അവിടെ പസഫിക് പ്ലാൻലാൻഡിൽ തണ്ടർ ബോൾട്ട് ഓണാക്കി അതിൽ കയറി.
തണ്ടർബോൾട്ട് മുകളിലേക്കും താഴേക്കും പോവുകയും വിജിറ്റ് ഈ സമയത്ത് സോംബികളെ വെടിവെച്ചിടുകയും ചെയ്തു. പക്ഷേ വെടിവെച്ച് തീർക്കാൻ പറ്റുന്നതിലും അധികം സോംബികൾ അവിടെ ഉണ്ടായിരുന്നു. ലിറ്റിൽ റോക്കിനോട് വിജിറ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊണ്ട് താഴെ കൺട്രോൾ ബോക്സിൽ വെടിവെച്ച് തണ്ടർബോൾട്ട് താഴേക്ക് പോകുന്നത് തടയാൻ പറഞ്ഞു. ലിറ്റിൽ റോക്ക് നിർദ്ദേശപ്രകാരം അതിലേക്ക് വെടിവെച്ചു. പക്ഷേ ഉന്നം തെറ്റി, വീണ്ടും ഉന്നം തെറ്റി. അവസാനം അവൾ ടെലാസെ പറഞ്ഞു കൊടുത്ത പോലെ ശ്വാസം പിടിച്ച് വെടിവെച്ചപ്പോൾ അത് പൊട്ടി. അങ്ങനെ തണ്ടർബോൾട്ട് മുകളിൽ നിന്നു. പക്ഷേ സോംബികൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ടെലാസയും കൊളംബസും എത്തുന്നത്. ലിറ്റിൽ റോക്ക് അത് കണ്ടു. അവിടെ എത്തിയ ടെലാസെ അവിടെ ഉണ്ടായിരുന്ന സോംബികളെ വെടിവെച്ചിടുകയും അയാളുടെ പ്രശസ്തമായ വൺ ലൈനർ പറയുകയും ചെയ്തു, ടൈം ടു നട്ട് അപ്പ് ഓർ ഷട്ട് അപ്പ്. ശേഷം ടെലാസെ കൊളംബസിനോട് പണ്ട് തന്റെ അമ്മ താൻ എന്തെങ്കിലും ഒന്നിന് നമ്പർ 1 ആയിരിക്കുമെന്ന് പറഞ്ഞു. അതിനൊരു പക്ഷേ സോംബികളെ കൊല്ലുന്നതിനായിരിക്കുമെന്ന് ആരറിഞ്ഞു എന്നവൻ പറഞ്ഞു. അങ്ങനെ അവർ ആക്ഷൻ തുടങ്ങി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ വണ്ടി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് ആദ്യം കൊളംബസ് കണ്ടത്. അങ്ങനെ അവർ ചത്തുപോയെന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് ലിറ്റിൽ റോക്കും വിജിറ്റയും അവനെ വിളിച്ചത്. അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് ടെലാസയോട് പറഞ്ഞപ്പോൾ നോക്കി നിൽക്കാതെ നിന്റെ പെണ്ണാണ് മുകളിലിരിക്കുന്നത്, പോയി രക്ഷിച്ച് ഹീറോ ആകാൻ പറഞ്ഞു. എന്നിട്ട് ടെലഹാസ ഒരു ഹോൺ എടുത്ത് ഉറക്കെ അടിച്ചു. അത് കേട്ട് അയാളുടെ അടുത്തേക്ക് സോംബികൾ കൂട്ടമായി വന്നു. ലിറ്റിൽ റോക്കിന്റെയും വിജിറ്റയുടെയും അടിയിലുണ്ടായിരുന്ന പകുതിയോളം സോംബികൾ വഴിതിരിഞ്ഞ് അയാളുടെ അടുത്തേക്ക് പോയി. വന്ന സോംബികളൊക്കെ അയാൾ കൂളായി വെടിവെച്ചു. ഒരു റൈഡിൽ കയറി തൂങ്ങിയും കറങ്ങിയും കൊണ്ട് അയാൾ സോംബികളെ വെടിവെച്ച് വീഴ്ത്തി. ഇതേ സമയം കൊളംബസിന് പിന്നാലെ ചില സോംബികൾ ഓടി. അവൻ ഓടിക്കൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലുകയും എന്നിട്ട് ഒരു ഹോണ്ടഡ് ഹൗസ് റൈഡിലേക്ക് കയറി ചെല്ലുകയും ചെയ്തു. അതിനുള്ളിൽ പെട്ട് ചില സോംബികൾ ചത്തു. ഇതേ സമയം വിജിറ്റയുടെ അടുത്തേക്ക് തണ്ടർ ബോൾട്ടിലൂടെ ചില സോംബികൾ കയറി ചെന്നു. ചിലതിനെയൊക്കെ അവൾ വെടിവെച്ച് വീഴ്ത്തിയെങ്കിലും അവസാനം അവളുടെ ബുള്ളറ്റ് കഴിഞ്ഞുപോയി. ടെലാസ ഒരു ചുറ്റും പൂട്ടിയുടെ കേജിനുള്ളിൽ കയറി അയാളുടെ അടുത്തേക്ക് വന്ന സോംബികളൊക്കെ 2 കൈകളിൽ തോക്കുകളുമായി വെടിവെച്ച് നിലത്തിട്ടു. ഒരുപാട് സോംബികൾ ഉണ്ടായിരുന്നു അതിൽ. ആ കേജ് മൂടും വിധം സോംബികൾ ഉണ്ടായിരുന്നു. അവറ്റകളെല്ലാം അയാൾ വെടിവെച്ച് വീഴ്ത്തി. വിജിറ്റയുടെ കാൽ വരെ ഒരു സോംബി എത്തി. ഇതേ സമയം കൊളംബസ് ഹോണ്ടഡ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുകയും വിജിറ്റയെ രക്ഷിക്കാൻ വേണ്ടി ഓടുകയും ചെയ്തു. അങ്ങനെ തണ്ടർ ബോൾട്ടിന്റെ അടുത്തെത്തി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ക്ലൗൺ വേഷത്തിലുള്ള സോംബി അവന്റെ അടുത്തേക്ക് വരുന്നത്. അവന് ഏറ്റവും പേടിയുള്ള കാര്യമായിരുന്നു ക്ലൗൺസ്. പക്ഷേ ഇപ്പോൾ വിജിറ്റയെ രക്ഷിച്ചേ പറ്റൂ. അതിനുവേണ്ടി അവൻ അവന്റെ സ്വന്തം നിയമത്തെ ബ്രേക്ക് ചെയ്തു. റൂൾ നമ്പർ 17, ഡോണ്ട് ബി എ ഹീറോ. ഇത് ബ്രേക്ക് ചെയ്ത് അവനൊരു ഹീറോ ആയി. അടുത്തിരിക്കുന്ന ഹാമർ കൊണ്ട് ക്ലൗൺ സോംബിയുടെ തലയ്ക്ക് 2 വട്ടം അടിച്ച് അവൻ അതിനെ കൊന്നു. ശേഷം തണ്ടർ ബോൾട്ട് റിലീസ് ചെയ്ത് അവൻ വിജിറ്റയുടെ കാൽ വരെ എത്തിയ സോംബിയെ നിലത്തിട്ടു. താഴെ എത്തിയ വിജിറ്റ ഓടിച്ചെന്ന് കൊളംബസിനെ കെട്ടിപ്പിടിക്കുകയും അവനോട് അവളുടെ യഥാർത്ഥ പേര് ക്രിസ്റ്റ എന്നാണെന്ന് പറയുകയും ചെയ്തു. ശേഷം അവർ രണ്ടുപേരും ആദ്യമായി കിസ് അടിച്ചു. ഇതേ സമയം ടെലാസ എല്ലാ സോംബികളെയും കൊന്നൊടുക്കി അവിടെ ഉണ്ടായിരുന്നൊരു ട്വിങ്കി സ്റ്റോറിൽ കയറി ട്വിങ്കീസ് തപ്പുകയായിരുന്നു. പക്ഷെ അവിടെ ട്വിങ്കീസ് ഉണ്ടായിരുന്നില്ല. ഫോഴ്സ് അഡ്വർടൈസിന് ടെലാസ കട തല്ലി തകർത്തു. അപ്പോഴാണ് ഒരു റൂമിൽ പാതി എലി കടിച്ചൊരു ട്വിങ്കീസ് കണ്ടത്. സഹിക്കാനാകുന്നതും അപ്പുറമായിരുന്നു അയാൾക്കത്. ഈ സമയത്ത് വിജിറ്റയും ലിറ്റിൽ റോക്കും വണ്ടി എടുത്ത് പുറപ്പെട്ടു. വീണ്ടും ചതിക്കുമെന്ന് വിചാരിച്ച കൊളംബസ് ഒരു നിമിഷം അലറിയെങ്കിലും അവർ ചതിച്ചില്ല. വണ്ടി നിർത്തി ടെലാസയ്ക്ക് ലിറ്റിൽ റോക്ക് ട്വിങ്കീസ് എറിഞ്ഞു കൊടുത്തു. എൻജോയ് യുവർ ലിറ്റിൽ തിങ്സ് എന്ന കാര്യം അപ്പോൾ കൊളംബസിന് ഓർമ്മ വന്നു. ടെലാസ് ഒരു കുട്ടിയെ പോലെ ട്വിങ്കീസ് നുണഞ്ഞു. അങ്ങനെ ആ നിമിഷം അവർ ഒരു കുടുംബമായി. വണ്ടിയിൽ കയറി കാണുന്ന കാണികൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് വീണ്ടും കാണാമെന്ന മട്ടിൽ കൊളംബസ് തന്റെ കഥ പറഞ്ഞു നിർത്തുന്നു. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു സോംബി ലോകത്തിൽ ഒരു കുടുംബത്തെ കണ്ടുപിടിച്ച് ആ കാർ അങ്ങനെ നീങ്ങി. സോംബി ലാൻഡിലെ 1ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. 1.5 മണിക്കൂർ കൊണ്ട് ഇന്നുവരെ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പക്ക എന്റർടൈനർ സോംബി പടം സോംബി ലാൻഡ് നമുക്ക് സമ്മാനിക്കുന്നു. മാത്രമല്ല ഒത്തിരി നല്ല നിമിഷങ്ങളും കോമഡികളും നല്ല റോക്ക് പാട്ടുമായി 1ാം ഭാഗം അങ്ങനെ പോകുന്നു. സോംബിലാൻഡിലെ അടുത്ത കഥകളുമായി സോംബിലാൻഡ് ഡബിൾ ടാപ്പ് എന്ന 2019 ഇറങ്ങിയ പടത്തിന്റെ റിവ്യൂയിലൂടെ അധികം വൈകാതെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.